നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കൊണ്ടുപോവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു പക്ഷേ ചിലപ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത. രണ്ട് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്ന് ജമ്മു കാശ്മീർ, മറ്റൊന്ന് ഹരിയാന. നമ്മൾ രാവിലെയൊക്കെ കണ്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നതാണ് നമ്മൾ എല്ലാവരും രാവിലെ കണ്ടത്. എന്നാൽ ഏതായാലും മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്ക് ഹരിയാന എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP തന്നെയാണ്. 2 പ്രാവശ്യം BJP തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. എന്നാൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു ഭരണവികാരം ഈ ഉടലെടുക്കുകയും അവിടെ കായിക താരങ്ങൾക്ക് ഏറ്റ പ്രശ്നങ്ങൾ, കർഷകർക്ക് ഏറ്റ പ്രശ്നങ്ങൾ, ഇതെല്ലാം വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. എന്നാൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുത്തനെയാണ് 65 സീറ്റിൽ നിന്നും കുത്തനെ 35 സീറ്റിലേക്ക് എത്തി BJP 49 സീറ്റിലേക്ക് വരുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടത്. എന്നാൽ മറിച്ച് നമ്മൾ ജമ്മു കാശ്മീരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ലീഡ് അവിടെ കോൺഗ്രസ് സഖ്യത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ 52 സീറ്റോളം നിലവിലിപ്പം ജമ്മു കാശ്മീരിൽ കോൺഗ്രസിനുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഹരിയാനയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം അവിടെ വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്, അപ്ഡേറ്റ് വരുന്നില്ല എന്ന തരത്തിലൊക്കെ ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. നിലവിൽ അവിടുത്തെ കോൺഗ്രസിന്റെ അണികൾക്കും നേതാക്കൾക്കും ആത്മവിശ്വാസമുണ്ട്, തിരിച്ചവർക്ക് വരാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരെ തൃശ്ശൂരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിറ്റ് ഗോപി ചേട്ടന്റെ ഒരു പുതിയ ലേറ്റസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട്. കാരണം ഇദ്ദേഹം നല്ല രീതിയിലുള്ള ഒരു PR വർക്ക് ഈ ഇലക്ഷൻ സമയത്ത് നടത്തിയിട്ടുണ്ട്. കേരളത്തിലുള്ള ഒട്ടുമിക്ക യൂട്യൂബർമാരെയും ആശാൻ എവിടെ പോയാലും വിളിച്ചുകൊണ്ട് പോകും. പിന്നെ മാർക്കറ്റിൽ പോയാൽ വിളിച്ചുകൊണ്ട് പോകും, വീട്ടിൽ ഉണ്ണാൻ പോയാൽ വിളിച്ചുകൊണ്ട് പോകും. പോകാത്ത ഒരിടം ഉണ്ടെങ്കിൽ അത് ബാത്റൂം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഈ PR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ അയ്യ ഇങ്ങനെ കൂട്ടിക്കൊണ്ടാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു തുണിക്കടയിൽ വന്നിട്ട് ആശാൻ കയറുമ്പോൾ അവിടെയും ഈ PR വർക്ക് നടത്തുന്ന യൂട്യൂബർമാരുണ്ട്. സത്യത്തിൽ അതിന്റെയൊക്കെ കമന്റ് ബോക്സിൽ പോയിട്ട് നമ്മൾ കമന്റ് വായിക്കുമ്പോഴാണ് നമ്മൾ ചിരിച്ച് പണ്ടാരോടങ്ങും. കാരണം നമ്മളൊരു കോമഡി സിനിമ കണ്ടാൽ പോലും ചിരിക്കാത്ത തരത്തിലുള്ള ഓരോ പ്രേക്ഷകരുടെ കമന്റുകളാണ് വളരെ രസകരമായിട്ട് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ കടയിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് ഈ കടക്കാരൻ നമ്മുടെ അണ്ണനോട് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും വളരെ വിഷമത്തോട് ഇപ്പോഴും നോക്കിക്കാണുന്ന ഒരു സ്ഥലമാണ് വയനാട്. ഈ വയനാട് ജില്ലയിൽ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം എത്തിയിട്ടുണ്ടോ എന്ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള നമ്മുടെ സുരേഷ് ചേട്ടനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുമ്പോഴത്തേക്ക് അതിന് അണ്ണം കൊടുക്കുന്ന ഒരു മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വണക്കം എന്തായാലും കണ്ടുനോക്കാം. ഈ വയനാട് ദുരിതാശ്വാസത്തെ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ആദ്യ ഗഡു അനുവദിച്ചത് 3000 കോടിയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. സർക്കാരിനോട് ചോദിക്കും. പ്രധാനമന്ത്രി ഒന്ന് അവലോകനം നടത്തി പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ടീം നടത്തിയിട്ടുണ്ട്. അവർ തമ്മിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവരോട് ചോദിക്കും. എന്തൊരു വൈകാൻ കാരണം ഈ കേന്ദ്രത്തെ സംസ്ഥാന മന്ത്രിമാരെ ഇവിടെ നിന്നുള്ള റവന്യൂ മന്ത്രി അടക്കം ആരാ പറഞ്ഞു? നിങ്ങളാണോ പറയുന്നത്? അല്ല, റവന്യൂ മന്ത്രി അടക്കം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വൈകിട്ടില്ല. റവന്യൂ മന്ത്രി തന്നെ അതിന്റെ ഒരു തരത്തിലുള്ള ഒരു വീഴ്ചയും സംഭവിച്ചു. അതൊക്കെ സാങ്കേതികമായിട്ട് എങ്ങനെ നടക്കുന്നു അങ്ങനെ തന്നെയാണ്. അതുപോലെ നിദാനമല്ലേ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്ന ഇത് സംവിധാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു ലേഖനം വന്നത് വിവാദം. അയ്യോ, നിങ്ങൾ ഈ വല്ലവരുടെയും കാര്യം എൻ്റെ അടുത്ത് ചോദിക്കാതെ ചോദിക്കുന്നത് എന്ത് മാധ്യമ സംസ്കാരമാണത്? ഭയങ്കര മോശമാണ്. നിങ്ങൾ മാറും. ഭയങ്കര മോശമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പത്രപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. കേന്ദ്രത്തിന്റെ ഫണ്ടിന്റെ ഇത് കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കും. കേന്ദ്രമന്ത്രിയാണ്. സത്യത്തിൽ ഇതുപോലുള്ള വാഴകളെയൊക്കെ ജയിപ്പിച്ചുവിട്ട് അവിടുത്തെ ജനങ്ങള് എന്താ പറയാ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ്. എന്താണെങ്കിലും നമുക്ക് ഈ PR വർക്കിന്റെ മറ്റൊരു വീഡിയോ ഉണ്ട്. അതായത് ഒരു തുണിക്കടയിലേക്ക് നമ്മുടെ ഗോപിയണ്ണന്റെ ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രി അവിടെ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. അല്ലെങ്കിൽ വേണ്ട ചോദിച്ചോ ആരട്ടായിരുന്നു അല്ല നിയമം എൻ്റെ തന്നെ എടുത്തു. 3 മീറ്റർ എടുത്തു. 3 മീറ്റർ പറ്റുന്നത് 2 ബാക്കിയുള്ളൂ.
ഇതും പ്രത്യേകം പാക്ക് ചെയ്യണം. ഇതും പ്രത്യേകം പാക്ക് ചെയ്ത് എന്തായാലും നമുക്കൊന്നും ഫ്രീ ആയിട്ട് വേണ്ട കേട്ടോ. നമ്മളെല്ലാം പൈസ കൊടുത്തിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കത്തുള്ളൂ. അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ. എന്തായാലും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്ന് പറയണേ. ആ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടല്ലോ അല്ലേ. ശരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നിയത്? കാരണം സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ കൂടെ PR വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് യൂട്യൂബർമാരുണ്ട്. നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടൊന്നും അല്ല ഒരു സെലിബ്രിറ്റി ഇലക്ഷനിൽ നിന്ന് ജയിക്കുന്നത്. ഇപ്പൊ ഇന്നസെന്റ് ജയിച്ചിട്ടുണ്ട്, നമ്മുടെ മുകേഷ് ജയിച്ചിട്ടുണ്ട്, ഗണേഷ് കുമാർ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വിജയിക്കുകയും MP ആയിട്ടും MLA ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത അല്ലെങ്കിൽ അവർക്കൊന്നും ഇല്ലാത്ത ഒരു കഴിവ് നമ്മുടെ അണ്ണനുണ്ട്. കാരണം അണ്ണൻ നല്ല രീതിയിലുള്ള PR വർക്ക് നടത്തുന്ന ഒരാളാണ്. അപ്പം അണ്ണൻ തൃശ്ശൂരിലുള്ള ഒരു തുണിക്കടയിലേക്ക് തുണി എടുക്കാനായിട്ട്, അതായത് മറ്റേ ഓവർകോട്ട് ഉണ്ടല്ലോ, ഇനി ഡൽഹിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അതെല്ലാം ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം അതെടുക്കാൻ വേണ്ടി വന്ന ആ കടയിൽ നിങ്ങളൊരു പക്ഷേ ചിലപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ നിന്ന് 2-3 സ്ത്രീകളുടെ ചില സൗണ്ട് കേൾക്കാം. നമ്മൾ ഒരുപാട് നേരമായി ഇവിടെ വന്നു നിന്നിട്ട് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കേൾക്കാം. സത്യത്തിൽ ഇയാൾ ജയിച്ചപ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സ്വസ്ഥതയും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് ഒരു കടയിൽ പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. തൃശ്ശൂർ ജില്ലയിലുള്ള സകലമാന BJP പ്രവർത്തകരും ഈ സുരേഷ് ഗോപിയുടെ കൂടെ ആ തുണിക്കടയിലേക്ക് ഇടിച്ചു കയറി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പം ഇലക്ഷന്റെ റിസൾട്ടൊക്കെ നോക്കിയ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ഒരു 4 മണി 5 മണിയോട് കൂടി അതിന്റെ പൂർണ്ണ ഒരു രൂപം മനസ്സിലാകും. എന്താണേലും കാശ്മീർ ഇനിയിപ്പം അവിടെ തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. കാരണം താമര അവിടെ വിരിയില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഹരിയാനയിൽ സംഭവിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ 65-70 സീറ്റിൽ വന്ന കോൺഗ്രസ് ഒറ്റയടിക്ക് എങ്ങനെയാണ് അവിടെ താന്നു പോയതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള വരും മണിക്കൂറുകളിൽ നമുക്ക് വലിയ ഗംഭീരമായിട്ടുള്ള ചർച്ചകളൊക്കെ നമുക്ക് കേൾക്കാം. എന്തായാലും നമ്മുടെ ഗോപി അണ്ണന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഗോപി അണ്ണനോട് പത്രക്കാർ ചോദിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവുള്ളൂ. എന്തായാലും ഭാഗ്യത്തിന് മീഡിയ 1 എന്ന് പറയുന്ന ചാനൽ അവിടെ ഇല്ലാഞ്ഞത് നന്നായി. അതിനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ലണ്ണന് അങ്ങോട്ട് ഹാലിളകാൻ തുടങ്ങും. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകൾ അറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം